ഡയറക്ഷൻ ഇ ലേണിംഗിന്റെ 2022 ജൂലൈയിലെ 2ാം ആഴ്ചയിലെ പേപ്പർ കട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പത്രങ്ങളിലൂടെ വരുന്ന ആനുകാലിക വാർത്തകൾ എങ്ങനെയാണ് നമുക്ക് മത്സര പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുക എന്നതാണ് പേപ്പർ കട്ടിലൂടെ നാം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ചർച്ച ചെയ്തു വരുന്നത്. ജൂലൈ 8-9 പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജിവെച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ന്യൂസ് എന്ന് പറയുന്നത്. നിലവിലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ രാജി പ്രഖ്യാപിച്ചു. നിലവിലെ ബ്രിട്ടനിലെ ഭരണ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു. കൺസർവേറ്റീവ് പാർട്ടിയുടെ തലവനായ ബോറിസ് ജോൺസൺ രാജിവെച്ചു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10th ഡൗണിംഗ് സ്ട്രീറ്റിൽ വെച്ചാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാന മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരാണ് എന്ത് 10th ഡൗണിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. 10th ഡൗണിംഗ് സ്ട്രീറ്റ് ആണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി. മറ്റൊരു ന്യൂസും കൂടെ പറയാം. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം എന്ന് പറയുന്നത്. ബക്കിംഗ്ഹാം പാലസ് ആണ് ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയാണ് ഇത് ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് കൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക. നമ്മൾ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് കേട്ടപ്പോൾ ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉണ്ടായത് ബ്രിട്ടനിലാണ്. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വാൾപോൾ എന്നാണ്. 1721 മുതൽ 1742 വരെ 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ ഉണ്ടായിട്ടുള്ള റോബർട്ട് വാൾപോൾ ആണ് ലോകത്ത് പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വ്യക്തി എന്ന് ഓർത്തു വെക്കുക. ലോകത്ത് പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? റോബർട്ട് വാൾപോൾ എന്ന് പറയുന്നത്. അതും ഇതിന്റെ കൂടെ ഓർത്തു വെക്കേണ്ട പോയിന്റ്. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിട്ടുള്ള കെ ഫോണിന് കേന്ദ്ര അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. കെ ഫോണിന്, അതായത് സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനുള്ള ലൈസൻസ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിന്, അതാണ് കെ ഫോൺ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്, അതാണ് കെ ഫോൺ. കെ ഫോണിന് ലഭിച്ചു എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കെ ഫോണിന് ലഭിച്ചു എന്ന വാർത്തയും വരുന്നു. മറ്റൊന്ന്, കേന്ദ്ര ശിശുക്ഷേമ വകുപ്പ് കുട്ടികളുടെ ക്ഷേമത്തിനായി 2 പ്രധാനപ്പെട്ട പോർട്ടലുകൾ തുടങ്ങുന്നു. ഒന്ന് വാത്സല്യ സദനും, രണ്ടാമത് മിഷൻ വാത്സല്യ പോർട്ടലും ആണ്. ഇതെന്താണ് ഈ പോർട്ടൽ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അനാഥർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്നവരുമായ കുട്ടികൾക്കും സഹായം എത്തിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലാണ് വാത്സല്യ പോർട്ടൽ എന്ന് പറയാം. അതായത് മിഷൻ ശക്തി, പോഷൻ 2.1 എന്നിവയ്ക്കൊപ്പം കുട്ടികളെ ആരോഗ്യകരമായിട്ടുള്ള ബാല്യകാലം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്ന ത്രികോണ പദ്ധതികളിൽ ഒന്നായ മിഷൻ വാത്സല്യക്ക് കീഴിൽ കേന്ദ്രം ഒരു പോർട്ടലും അവതരിപ്പിക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത്. വാത്സല്യ സദൻ എന്ന് പറയുന്നത് അവരുടെ മറ്റൊരു പദ്ധതിയുമാണ്. അപ്പൊ എന്താണ് വാത്സല്യ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനാഥർക്കും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികൾക്കും സഹായം എത്തിക്കാനുള്ള പോർട്ടലാണ് ഇത് വാത്സല്യ പോർട്ടൽ എന്ന് പറയുന്നത്. മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് വാത്സല്യ സദൻ എന്നാണ്. വാത്സല്യ സദൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ശിശുക്ഷേമ കേന്ദ്രം എന്നിവയ്ക്കൊപ്പം ഒരേ പരിസരത്ത് നിർമ്മിക്കുക എന്നുള്ളതാണ് വാത്സല്യ സദൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 2 പരിപാടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ പോർട്ടലുകളാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ഗോയാപായ പദ്ധതി എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കണം, ഗോയാപായ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഗോയാപായ പദ്ധതി കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ഗോയാപായ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിന്റെ കൂടെ ഓർത്തു വെക്കേണ്ടതാണ്, ഗോയാപായ പദ്ധതി എന്ന് പറയുന്നത്. വാത്സല്യ സദൻ പദ്ധതിയും വാത്സല്യ പോർട്ടൽ പദ്ധതിയും കേന്ദ്ര ഗവൺമെന്റ് വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കുന്ന 2 പോർട്ടലാണ്. സോ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്ന ഗോയാപായ പദ്ധതിയും ഇതിന്റെ കൂടെ ഈ പോർട്ടലിന് കീഴിൽ കൊണ്ടുവരും എന്നും പറയുന്നു. മറ്റൊന്ന്, രോഹിണി കമ്മീഷന്റെ കാലാവധി വീണ്ടും നീട്ടി എന്നാണ്. അപ്പൊ എന്താണ് രോഹിണി കമ്മീഷൻ? പിന്നോക്ക വിഭാഗങ്ങളിൽ സംവരണത്തിന് കൂടുതൽ അർഹരായ
ഉപജാതികളെ നിശ്ചയിക്കാൻ രൂപവൽക്കരിപ്പിച്ച കമ്മിറ്റിയാണ് രോഹിണി കമ്മീഷൻ എന്ന് പറയാം. ഈ കമ്മീഷനെ നിയമിച്ചത് 2017 ഒക്ടോബറിൽ ആണ്. 2017 ഒക്ടോബറിലാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. രോഹിണി കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ പിന്നോക്ക വിഭാഗങ്ങളിൽ സംവരണത്തിന് കൂടുതൽ അർഹരായ ഉപജാതികളെ നിശ്ചയിക്കാനുള്ള കമ്മീഷനാണ് ഏത് രോഹിണി കമ്മീഷൻ, മറക്കരുത്. മറ്റത് മുൻ IAS ഉദ്യോഗസ്ഥനായ അമിതാഭ് കാന്ത് G20 ഇന്ത്യയുടെ ഷെർപ്പയായി ഇനി പ്രവർത്തിക്കും. നീതി ആയോഗിന്റെ CEO പദവിയിൽ നിന്നും വിരമിച്ച മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അമിതാഭ് കാന്ത് G20 ഏകോപന ചുമതല വഹിക്കുന്ന ഷെർപ്പയാവും. G7 G20 പോലുള്ള ഉച്ചകോടികളിൽ ഷെർപ്പയെ നിയോഗിക്കാറുണ്ട്. അതായത് ഉച്ചകോടികളിലോ അന്താരാഷ്ട്ര യോഗങ്ങളിലോ രാജ്യത്തിന്റെയും രാഷ്ട്രത്തലവന്റെയും ഒക്കെ പ്രതിനിധിയായി നിയോഗിക്കപ്പെടുന്നവരെയാണ് ഷെർപ്പ എന്ന് പറയുന്നത്. അപ്പൊ G20 ഇനി മുതൽ ഇന്ത്യയുടെ ഷെർപ്പയാവും ആര്? അമിതാഭ് കാന്ത് എന്ന് പറയുന്ന മുൻ IAS ഓഫീസർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുൻ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ 2022 ജൂലൈ 8 വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിൽ മരണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് ആര്? ഷിൻസോ ആബെ എന്ന് പറയുന്നത്. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി കൂടെയാണ് ആര്? ഷിൻസോ ആബെ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന പ്രധാനമന്ത്രി കൂടിയാണ് ഷിൻസോ ആബെ. ഓക്കെ, 2012 പാർട്ടി നേതൃത്വത്തിലേക്കും പ്രധാനമന്ത്രി പദവിയിലേക്കും എത്തിയ അദ്ദേഹം ജപ്പാൻ കറൻസിയുടെ മൂല്യത്തകർച്ച തടയുന്നതിന് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആരംഭിച്ച പരിഷ്കാരങ്ങൾ അദ്ദേഹത്തെ ആബനോമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളാണ് ജപ്പാനിൽ ആബനോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പൊ ഷിൻസോ ആബെയുടെ പരിഷ്കാരങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആബനോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷിൻസോ ആബെയുടെ പരിഷ്കാരങ്ങൾ ആണ്, മറക്കരുത്. ഇപ്പൊ ഷിൻസോ ആബെ വെടിയേറ്റ് മരിച്ചു എന്നുള്ള വാർത്തയാണ്. ആധുനിക കാലത്ത് വെടിയേറ്റ് മരിച്ച ഒരുപാട് പേരുണ്ട്. അത്തരത്തിലെ ചില പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പത്രം വായിക്കുമ്പോൾ പുതിയ ന്യൂസുകൾ വരും, അതോടൊപ്പം മുൻപുണ്ടായിരുന്ന അത് സംബന്ധമായ ന്യൂസുകളും വരും. മഹാത്മാഗാന്ധി 1948 ജനുവരി 30 വെടിയേറ്റ് മരിച്ച നമ്മുടെ രാഷ്ട്രപിതാവ്. എബ്രഹാം ലിങ്കൺ 1965 ഏപ്രിൽ 14 വെടിയേറ്റ് മരിച്ച മുൻ അമേരിക്കൻ പ്രസിഡന്റ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1968 ഏപ്രിൽ 4 വെടിയേറ്റ് മരിച്ച അമേരിക്കൻ കറുത്ത വർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ആര്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. ഇന്ദിരാഗാന്ധി 1984 ഒക്ടോബർ 31 സിഖ് തീവ്രവാദികളാൽ വെടിയേറ്റ് മരിച്ച നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് 1963 നവംബർ 22 വെടിയേറ്റ് മരിച്ച ജോൺ എഫ് കെന്നഡി. ബനസീർ ഭൂട്ടോ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി 2007 ഡിസംബർ 27 ബോംബ് സ്ഫോടനത്തിലാണ് ബനസീർ ഭൂട്ടോ കൊല്ലപ്പെടുന്നത്. ഇസാഖ് റബിൻ എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി 1995 നവംബർ 4 വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ലിയാഖത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രിയും അദ്ദേഹവും 1951 റാവൽപിണ്ടിയിൽ വെച്ച് വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആധുനിക കാലം കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളാണ് ഇത്തരത്തിൽ മരണപ്പെട്ട തൂക്കിന് വെടിയേറ്റ് മരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മന്ത്രി പി പ്രസാദിന് ഹരിതമുദ്ര പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ആഗോള പരിസ്ഥിതി സന്നദ്ധ സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണലിന്റെ ഈ വർഷത്തെ ഹരിതമുദ്ര അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ കൃഷി മന്ത്രിയായിട്ടുള്ള പി പ്രസാദിന് ആണ്. ഓർത്തു വെക്കുക, ആർക്കാണ്? പി പ്രസാദിന് ആണ്. ഇത്രയുമാണ് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന നിലയിൽ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത്.